ഒരാളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ ഒരു വ്യക്തിനെ. തിരുവനന്തപുരത്തുള്ള ഒരേ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല. ഇവർക്കത് പിടിക്കുന്നേ ഇല്ല. ഇവർക്ക് പണ്ട് പോയിട്ട് അങ്ങനെയാണ്. ഒരു സമയത്ത് രഞ്ജുമാമിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ സൂര്യചേച്ചിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു. അതേ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ബിഗ് ബോസ് സീസൺ ആകുമ്പോൾ ബിഗ് ബോസും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അനൗൺസ്മെന്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ അടുത്ത് ബിഗ് ബോസ് തുടങ്ങാനുള്ള സീസൺ ആകുമ്പോഴേക്കും എല്ലായിടത്തും ഒരേ ആളുകൾ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലർ കാണുമ്പോൾ നമുക്ക് ചിരികൾ വരാം. ചിലർ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരേ പബ്ലിസിറ്റി ഒരേ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവന്നിട്ട് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനൊരു കാര്യം പറഞ്ഞത്. അപ്പൊ അതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊരു ട്രാൻസ്വുമണും ഇതേ ഒരു വേർഡ് പറഞ്ഞ് സംസാരിച്ച് അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി. അപ്പൊ അതിനെ പബ്ലിക് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എതിർത്തു. അങ്ങനെ പ്രോബ്ലംസ് ആക്കി കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ 2 കല്യാണം കഴിച്ചവരെയാണ് പറഞ്ഞത്, അതിൽ കുട്ടികൾ ഉണ്ടാക്കിയത് പറഞ്ഞാൽ അവരുടെ സ്റ്റാൻഡ് അഭിപ്രായം മാറ്റി. അപ്പൊ പിന്നെ ബിഗ് ബോസിനോട് പറയാനുള്ളത് പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ ആരെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസിനെ എടുക്കുന്നുണ്ടെങ്കിൽ അധികം ഫെയിം ആകാത്ത ഏതെങ്കിലും പാവങ്ങളേക്ക് വിളിച്ചിട്ട് അവസരം കൊടുക്കുക. ജീവിക്കാൻ മാർഗമാണ് വിളിച്ചത്. അഹങ്കാരം കാണിച്ച് ഓൾറെഡി അഹങ്കാരത്തിൽ തലയിലിരിക്കുന്നവരെ ഒന്നുകൂടെ അഹങ്കാരത്തിലേക്ക് എത്തിക്കാതിരിക്കുക കേട്ടോ. ആളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ ഒരു വ്യക്തിനെ. തിരുവനന്തപുരത്തുള്ള ഒരേ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല. ഇവർക്കത് പിടിക്കുന്നേ ഇല്ല. ഇവർക്ക് പണ്ട് പോയിട്ട് അങ്ങനെയാണ്. ഒരു സമയത്ത് രഞ്ജുമാമിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ സൂര്യചേച്ചിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു. അതേ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഇപ്പൊ അമയ പ്രസാദിനെ പിടിക്കുന്നില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അമയ പ്രസാദ് ഇപ്പൊ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമയ പ്രസാദ് സീരിയലുണ്ട്, സിനിമയുണ്ട്, അങ്ങനെ അതിന്റെ കുശുമ്പ് തന്നെയാണ്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും. ഓഫ് കോഴ്സ് ഒരാളെ ടാർഗറ്റ് എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് അമ്മയും മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അവരുടെ ഒരു അമയ പ്രസാദ് എന്ന് പറയുന്ന ഒരാളെയാണ് എനിക്ക് തോന്നിയത്. അമയനെ പറയുന്നതും ഈ ഉപദ്രവിക്കുന്ന ഒരാളെ മാനസികമായിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റിയിലേക്ക് അമ്മ മക്കൾ ബന്ധമുണ്ട്. അങ്ങനെ അപ്പോ സീമ വിനീതും അമ്മയും തമ്മിൽ അമ്മ മകൾ ബന്ധമായിരുന്നു. അമ്മ റീത്ത് പ്രകാരമല്ല, അതായത് അക്സെപ്റ്റ് ചെയ്ത അമ്മയല്ല. ലെച്ച എന്ന് പറയുന്ന ഒരു സാധനം, അതായത് സർജറി കഴിഞ്ഞിട്ട് കെട്ടുന്ന ഒരു സാധനമാണ് ലെച്ച. ആ ലെച്ച കെട്ടുന്ന ആരാണ് ആ ഒരു വർഷം, അങ്ങനെയാണ് ആ കൾച്ചർ. ഞങ്ങൾക്ക് ഒരു കൾച്ചർ പണ്ട് മുതലേ ഹിജഡ കൾച്ചർ നിലനിന്ന് വരുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പൊ ട്രാൻസിൽ തന്നെ വേറെയും ആളുകൾ ഇതുപോലെ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്. ഒരാൾ പോലും സംസാരിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകുമെന്നുള്ള പേടി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തിനാ പേടിക്കുന്നത്? ഇവരൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് തിരിച്ച് മറുപടി പറയാനുള്ള റൈറ്റ്സ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പറയരുതായിരുന്നു. അത് പറയരുതായിരുന്നു എന്നാ പറയണത്. ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഫേസ് ചെയ്തായിരുന്നല്ലോ. അതുപോലെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തവർ പറയരുത്. മനസ്സിലായി? കുലസ്ത്രീ കളിച്ചിരിക്കുന്നുണ്ട്, കുലസ്ത്രീ കളിച്ചിരിക്കുക. ഈ കുലസ്ത്രീ ആകുന്നതിന് മുന്നേയുള്ള ചരിത്രങ്ങൾ കമ്മ്യൂണിറ്റിക്ക് അറിയാന്നുള്ള കാര്യം ഇവർ മറന്നുപോയി. കുലസ്ത്രീ കളിച്ചിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു. കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കമ്മ്യൂണിറ്റി വലിച്ചു വാരി എറിയും. അവര് വലിച്ചു വാരി പഴയ അവർക്ക് ചിലപ്പോ അവർക്ക് ഇവരെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല, അവരുടെ രീതികളും അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഭാഷയിൽ വളരെ മോശമായി തന്നെ പ്രതികരിക്കും. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരു യുദ്ധമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ കണ്ടിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് നല്ല കോമഡി സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഈ ട്രാൻസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്ന് ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ ഈ ട്രാൻസ് വുമൺ, ട്രാൻസ് ഗേ, അത് ഒന്നിനെ ഞാൻ LGBT സംഭവത്തിന് ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആദ്യമേ ഞാനൊരു സപ്പോർട്ടിങ് അല്ല, അത് വേറൊരു കേസ്. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഒരു ഉപദ്രവമായിട്ട് വരാത്തിടത്തോളം കാലം നമ്മൾ അവരെയും ഉപദ്രവിക്കാൻ പോകണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാംഗ്ലൂർ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കുമാണ് എത്രത്തോളമാണ് ഈ ഒരു ഇപ്പം ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അതിപ്രസരം കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഉണ്ടാവുന്ന ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നപ്പോഴായിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതായത് നമ്മൾ ഈ ട്രെയിനകത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഓരോരുത്തർ ഇങ്ങനെ വരും, കൈയൊക്കെ തട്ടിക്കൊണ്ട് ഇങ്ങനെ വരും. കൈയൊക്കെ തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മളോട് കാശ് ചോദിക്കും. കാശ് ചോദിച്ചിട്ട് ഇപ്പോൾ സപ്പോസ് നമുക്ക് കൊടുത്തില്ലെങ്കിൽ ഇവര് നമ്മുടെ അടുത്ത് ഏതാണ്ട് ബലമായിട്ട് പിടിച്ചു മേടിക്കുന്ന പോലത്തെ ഓരോ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ പല സംഭവങ്ങളും ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട്. അപ്പം
അത് മാത്രമല്ല ഇവർ പല 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 കാര്യങ്ങളും ഇപ്പോൾ ഇത് പുറത്തൊക്കെ പോയിട്ടുള്ളവരായി എനിക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ആ ഒരു ടൈം, അതേപോലെ ഇപ്പം രാത്രിയൊക്കെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഭയങ്കര അതിപ്രസരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവരൊക്കെ കൂടിപ്പോയാലുള്ള പ്രശ്നമാണ്. അതേപോലുള്ള പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. അത് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. ഇപ്പം ഒരാൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരാണ് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ആണുങ്ങളും കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണ് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും കുറ്റക്കാരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പുറം സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു സൈഡും കൂടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് മാത്രമേ. ഇപ്പം ഇവിടെയും അത്രയ്ക്ക് മോശമൊന്നുമല്ല, ഇവിടുത്തെ ട്രെയിനുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇതേപോലുള്ള ആൾക്കാരൊക്കെ. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെ അധികം സപ്പോർട്ട് ചെയ്യാത്തത്. ഇവരെ ഞാൻ പക്ഷെ എന്നാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, ന്യായമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പം ഈ നിങ്ങൾ കണ്ട ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു വൻ കോമഡി സാധനമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറ്റം പറയുന്നു, ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റം പറയുന്നു. അപ്പം നീ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ പരദൂഷണമൊക്കെ പറയുന്ന പോലത്തെ സെറ്റപ്പായിട്ട് അങ്ങനത്തെ സംഭവമായിട്ട് മാത്രമേ എനിക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് അതിനകത്ത് ഭയങ്കര എന്തെങ്കിലും സംഭവമായിട്ടൊന്നും എനിക്കത് കണ്ടിട്ട് തോന്നുള്ളൂ. അപ്പം എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ, ബൈ.